കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മൾ പ്രതിപക്ഷത്താണ്. AK അഷ്റഫ് 10 വർഷം 5 കൊല്ലം പ്രതിപക്ഷ MLA ആണ്. പ്രതിപക്ഷ MLAക്ക് പരിമിതികളുണ്ട്. ഇനി കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം ഈ മഞ്ചേശ്വരത്തേക്ക് വികസനത്തിന്റെ ഒരു കുത്തൊഴുക്ക് ശ്രീ AK അഷ്റഫ് കൊണ്ടുവരാൻ പോവുക. നിങ്ങൾ എഴുതിയിട്ടോ? അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ AK അഷ്റഫിനെ വൻപിച്ച ഭൂരിപക്ഷം കൊടുക്കണം. തിരുവനന്തപുരത്ത് ഒരു സമരം നടന്നു, ആശാ വർക്കർമാരുടെ സമരം, 265 ദിവസത്തെ സമരം. ആ സമരം ആദ്യം പകൽ മാത്രം, പിന്നെ രാപ്പകൽ സമരം, പിന്നീട് നിരാഹാര സമരം, പിന്നീട് കൈയും കാലും കെട്ടിവരിഞ്ഞ് ശയന പ്രദക്ഷിണം, പിന്നീട് തലമുടി മുറിച്ച് സമരം, പിന്നീട് മുട്ടയടിച്ച് സമരം. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാ വർക്കർമാർ അവിടെ പട്ടിണി കിടന്ന് വെയിലും മഴയും എല്ലാം സഹിച്ച് ഒരു 10 രൂപ കൂടുതലിന് വേണ്ടി തെണ്ടിയപ്പോൾ തേരാ പാരാ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ആ പാവപ്പെട്ട അമ്മമാരെ കണ്ടില്ല, ആ സഹോദരിമാരെ കണ്ടില്ല. അവർക്കൊരു 10 രൂപ 265 ദിവസം സമരം ചെയ്തിട്ട് കൂട്ടിക്കൊടുത്തില്ല. ശരത് ലാലിനെ കൃപേഷിനെ കൊന്നു, അനിൽ ഷുക്കൂറിനെ കൊന്നു, ഷുഹൈബിനെ കൊന്നു, 51 വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്നു. കൊന്നവന്മാരെല്ലാം മാർഷിച്ച്, ജയിലിൽ കിടക്കുന്ന മുഴുവൻ മാർഷിച്ച്, ആ മാർഷിച്ചുകാർക്ക് ഒരു ദിവസം അവരുടെ വരുമാനം 700 രൂപയാക്കി കൊടുത്തു ഈ മുഖ്യമന്ത്രി. രൂപയാക്കി. ആശാവർക്കർമാർക്ക് ഒരു 10 രൂപ കൂട്ടിക്കൊടുക്കാത്ത മുഖ്യമന്ത്രി നമ്മുടെ ശരത് ലാലിനെ, നമ്മുടെ കൃപേഷിനെ, നമ്മുടെ അനിൽ ഷുക്കൂറിനെ, നമ്മുടെ ഷുഹൈബിനെ, ചന്ദ്രശേഖരനെയൊക്കെ കൊന്ന കൊലപ്പുള്ളികൾക്ക് 700 രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തു. അംഗനവാടി ടീച്ചർമാർ, ആശാ വർക്കർമാരെ പോലെ കുടുംബശ്രീ, ഹരിതകർമ്മസേന 10 രൂപ കൂട്ടിക്കൊടുത്തു 10 കൊല്ലം ഭരിച്ചിട്ട്. പ്രായം ചെന്ന ആളുകൾക്ക് പെൻഷൻ 2500 ആക്കുമെന്ന് പറഞ്ഞു, 1600, 400 കൂട്ടി 2000 ആക്കി. ഇനി പിണറായി വിജയന്റെ പെൻഷൻ വാങ്ങാൻ പോകണ്ട. നമ്മുടെ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്താൽ പെൻഷൻ 3000 രൂപ നിങ്ങളുടെ കയ്യിലെത്തും. തർക്കം വേണ്ട. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. ഇനി KSRTC ബസ് എവിടേക്കാ പോകുന്നത്? ബാംഗ്ലൂർ പോകാം, മൂകാംബിയെ പോകാം, നാഗൂർ പള്ളി പോകാം, വേളാങ്കണ്ണി പോകാം. KSRTC കേരളത്തിൽ നിന്ന് എവിടൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നു അതിനകത്ത് ഒരൊറ്റ സ്ത്രീകൾക്കും ഇനി ടിക്കറ്റ് എടുക്കേണ്ട. UDF അധികാരത്തിൽ വന്നാൽ സൗജന്യ യാത്ര. അറബ് ഗോത്രങ്ങൾ പെൺകുട്ടികൾ ജനിച്ചാൽ കൊന്നു കളഞ്ഞിരുന്നു. പ്രവാചകനായ മുഹമ്മദ് നബി 6666 ആയത്തുള്ള ഖുറാനിൽ പെൺകുട്ടികളെ കൊല്ലുന്ന നിരോധിച്ചു. അദ്ദേഹം ഒരു പെൺകുട്ടിയെ കൊന്ന വാർത്ത വായിച്ചപ്പോ പൊട്ടിക്കരഞ്ഞു. പെൺമക്കളൊരു ശാപമാണോ? ഇനിയല്ല. കേരളത്തിലെ മുഴുവൻ അമ്മമാരെ, പിതാക്കന്മാരെ, നിങ്ങൾക്ക് പെൺകുട്ടിയുണ്ടോ? അവളെ കോളേജിൽ പഠിക്കാൻ അയച്ചോ? 1000 രൂപ ഒരു മാസം അവിടെ അക്കൗണ്ടിൽ UDF ഗവൺമെന്റ് ഇട്ടിരിക്കും. എന്തിനാ 1000 രൂപ? ധാരാളം ചെറുപ്പക്കാർക്ക് നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല, നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാം. 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ. മാതാപിതാക്കന്മാരെ വഴിയിൽ വലിച്ചെറിയുന്ന മക്കൾ, ആ മക്കൾ സൂക്ഷിച്ചോ. ഇനി ആ മാതാക്കന്മാരുടെ കാവലാളന്മാരായി വയോജന വകുപ്പുണ്ടാക്കി കേരള ഗവൺമെന്റ് അവരെ സംരക്ഷിക്കും. യാതൊരു തർക്കവും വേണ്ട. എന്തെല്ലാം ആനുകൂല്യമാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് UDF
അധികാരത്തിൽ വരണം. 977 പോലെ വരണം. 111 സീറ്റുകളുമായി വരണം. കാസർഗോട്ടിന്റെ അംഗബലം 2-ൽ നിന്ന് 4 ഉയരണം. ഭൂരിപക്ഷം വർദ്ധിക്കണം. കഴിഞ്ഞ നിരവധി വർഷക്കാലം ഊണിലും ഉറക്കത്തിലും ഈ മഞ്ചേശ്വരം എന്ന ചിന്തയല്ലാതെ മറ്റൊരു ചിന്ത ശ്രീ AK അഷ്റഫിന്റെ മനസ്സിനെ മതിച്ചിട്ടില്ല. രാപ്പകലില്ലാതെ ഒരു നാടിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ശ്രീ AK അഷ്റഫിനെ കോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 15,000 മുകളിൽ ആക്കി സുരേന്ദ്രനെ ഇവിടുന്ന് കെട്ടുകെട്ടി വേണമെങ്കിൽ ഒരു ഹെലികോപ്റ്ററിന്റെ വാടക നമ്മൾ കൊടുക്കാം. പറപ്പിക്കണം സുരേന്ദ്രനെ. കാരണം ഈ മഞ്ചേശ്വരം തലപ്പാടിക്കിപ്പുറത്തോട്ട് വർഗീയ രാഷ്ട്രീയം ഒരിക്കലും ചെലവാകില്ലെന്ന് തെളിയിക്കണം. ഈ മഞ്ചേശ്വരം മതനിരപേക്ഷ മണ്ണാണെന്ന് സുരേന്ദ്രനെയും BJPയെയും RSSനെയും ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് 9-ാം തീയതി രാവിലെ പോളിംഗ് ബൂത്തിൽ പോയി കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ AK അഷ്റഫിന് നിങ്ങൾ വിജയിപ്പിച്ച് മെയ് 4 കഴിഞ്ഞ് നമുക്ക് സത്യപ്രതിജ്ഞ കാണാൻ സ്ത്രീകൾക്ക് മുഴുവൻ ആളുകൾക്കും തിരുവനന്തപുരത്ത് പോകാം. എല്ലാവരെയും സർവശക്തനായ തമ്പുരാൻ കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ അഷ്റഫിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.